നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. സേമിയ വെച്ചാണ് നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് സെയിം കപ്പിന് തന്നെ 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് വേറൊരു ഫ്രൈങ് പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് കാഷ്യൂനട്ടും ബദാമും വാൾനട്ടും ആയിട്ട് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ വീതമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കുക കേട്ടോ. ഈ നട്ട്സും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നട്ട്സും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ സെയിം നെയ്യിലേക്ക് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ചെറിയ സേമിയാണ് കേട്ടോ. ഏത് സേമിയായാലും കുഴപ്പമൊന്നുമില്ല. ഇത് വറുത്തെടുത്തിട്ടുള്ള സേമിയാണ്. പക്ഷെ നമ്മൾ നെയ്യിൽ ഒന്നും കൂടെ വറുത്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ. ഞാനത് 2 മിനിറ്റ് സേമിയ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഷുഗർ സിറപ്പ് നന്നായി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് ആ പഞ്ചസാരൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഷുഗർ സിറപ്പിലേക്ക് ഒരു 3 ഡ്രോപ്പ് റെഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കളർ വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു സേമിയ ഈ ഒരു ഷുഗർ സിറപ്പിൽ കിടന്നിട്ടൊന്ന് കുക്കാവണം. അതുപോലെ ഈ സേമിയയിൽ ഈ ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സേമിയ അതുപോലെ നന്നായിട്ട് വറ്റി ഇങ്ങനെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സേമിയയിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിത് സെറ്റ് ആവാനുള്ള ഒരു ട്രേയിൽ ഒരല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ സേമിയ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സെക്കൻഡ് ലെയർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഒരു ബൗളിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള പാലാട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഏത് കപ്പിനാണ് പാലെടുക്കുന്നത് അതേ സെയിം കപ്പിന് തന്നെ 2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ചെറിയ ചൂടുള്ള പാലെടുക്കണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി പെട്ടെന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു പാൽപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ആദ്യം നമ്മളിതൊന്ന് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സ് ഈ ഒരു പാനിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയൊരു പാൽ മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയത്തിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ അത് 1/2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിത് പുറത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സേമിയയും പാലും പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് മിൽക്ക് സേമിയ ബൈറ്റ്സ് ആണ് കേട്ടത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ആ ഒരു സേമിയത്തിൽ ആ ഒരു നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രഞ്ചിയാണ്. ആ ഒരു പാലിൻ്റെ മിക്സൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. മധുരം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത് നല്ല റെസിപ്പി ആയിട്ട് കാണാം.